Hi Galaxians, welcome to our new video. ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് യൂട്യൂബ് സ്റ്റുഡിയോയിലെ 2 ഇമ്പോർട്ടൻറ്റ് സെറ്റിങ്സ് പറഞ്ഞു തരുന്നതിന് വേണ്ടിയാണ്. ഫസ്റ്റായിട്ട് നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാം. യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് പോലെയാണ് യൂട്യൂബ് സ്റ്റുഡിയോ മൊബൈലിൽ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോസും നമുക്കിവിടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് തന്നെ ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോസും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. കൂടാതെ വാലിഡേറ്റ് ചെയ്യാനായിട്ട് നമുക്കിവിടെ ഒരു 5 ടാബ്സ് ആയിട്ട് നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോയുടെ താഴെ കാണാൻ സാധിക്കും. അതിൽ ഒന്നാമത്തെയാണ് ഡാഷ്ബോർഡ്, രണ്ടാമത്തെ കണ്ടൻറ്റ്, മൂന്നാമത്തെ അനലിറ്റിക്സ് ആൻഡ് നാലാമത്തെ കമ്മ്യൂണിറ്റി, അഞ്ചാമത്തെ ഏൺ എന്ന് പറയുന്ന ഒരു 5 ഓപ്ഷൻസ് നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോ നമുക്കായിട്ട് തരുന്നതാണ്. ഇത് നമുക്ക് നമ്മുടെ വീഡിയോസ് അനലൈസ് ചെയ്യാനായിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെറ്റിങ്സ് എന്ന് പറയുന്നത് നമ്മൾ ക്ലിക്ക് ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്യുക. യൂട്യൂബ് സ്റ്റുഡിയോയിൽ നമുക്ക് താഴെ കാണാൻ പറ്റും ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ചാനൽ ഐക്കൺ, അത് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ടോപ്പ് കോർണറിലാണ് നമുക്ക് ചാനൽ ഐക്കൺ കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ചാനൽ ഇമേജുള്ള ചാനൽ ഐക്കൺ, ക്ലിക്ക് ദാറ്റ് ചാനൽ ഐക്കൺ. ഓക്കെ, ഇപ്പോൾ വരുന്ന സ്ക്രീനിൽ നമുക്ക് ഒരു സ്ക്രീൻ നമുക്ക് കാണാൻ സാധിക്കും. ആ സ്ക്രീനിൽ നമ്മൾ എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് ബട്ടൺ എന്ന് പറയുന്നത് നമുക്ക് അവിടെ ഒരു പെൻസിൽ ഐക്കൺ കാണാൻ സാധിക്കും. ആ പെൻസിൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതാണ് നമുക്ക് എഡിറ്റ് ബട്ടൺ. നമുക്ക് സെറ്റിങ്സ് എഡിറ്റ് ചെയ്യാനായിട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആ ഒരു പെൻസിൽ ഐക്കൺ. ആ പെൻസിൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ വരുന്ന സ്ക്രീനിൽ നമുക്ക് ഏറ്റവും താഴെയായിട്ട് നമുക്കൊരു ഹോം ടാബ് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഹോം ടാബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സെറ്റിങ്സ് സ്ക്രീനിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. അപ്പോൾ ഹോം ടാബ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു ഹോം ടാബിൻ്റെ സ്ക്രീൻ വന്നിട്ടുണ്ട്. ഈ ഹോം ടാബ് സ്ക്രീനിൽ നമുക്ക് 2 ഓപ്ഷനായിട്ടാണ് കിടക്കുന്നത്. ഒന്ന് ഹോം ടാബ്, പിന്നെ അടുത്തത് ഫോർ യു. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് യൂട്യൂബ് അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 2 ഓപ്ഷൻസ് നമ്മൾ ഓൺ ചെയ്തിടണം, അതായത് ഇനേബിൾ ചെയ്ത് വെക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് രണ്ടും ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസ് വ്യൂവേഴ്സ് കാണുന്നതിന് വേണ്ടി ഇത് രണ്ടും നമ്മൾ ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ ഇടുന്ന യൂട്യൂബിലിടുന്ന വീഡിയോസ് കൂടുതൽ വ്യൂവേഴ്സിലേക്ക് യൂട്യൂബ് തന്നെ റെക്കമെൻഡ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഈ 2 ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ ഇത് രണ്ടും ഓൺ ചെയ്ത് വെക്കുക. ഇതാണ് ഫസ്റ്റ് ഓപ്ഷൻ. ഇനി നമുക്ക് സെക്കൻഡ് സെറ്റിങ്സ് നോക്കാം. അപ്പോൾ സെക്കൻഡ് സെറ്റിങ്സിൽ വീണ്ടും നമ്മുടെ ചാനൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഐക്കണിൽ ഇപ്പോൾ കാണുന്ന സ്ക്രീനിലേക്ക് നമ്മൾ വരും. ഈ സ്ക്രീനിൽ നമുക്കിവിടെ സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. സെറ്റിങ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ഈ സ്ക്രീനിൽ കാണാൻ പറ്റും. ആ സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ തുടർന്ന് വരുന്ന സ്ക്രീനിൽ പുഷ് നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക. പുഷ് നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സ്ക്രീൻ വരും. ആ പുഷ് നോട്ടിഫിക്കേഷന് താഴെയുള്ള എല്ലാ ലൈൻസും നമ്മൾ ഓൺ ആക്കി വയ്ക്കുക. എല്ലാ ലൈൻസും ഇനേബിൾ ആക്കി വയ്ക്കുക. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 ഓപ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ യൂട്യൂബ് വീഡിയോസിന് കൂടുതൽ വ്യൂവേഴ്സ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അത് കൂടാതെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബ് തന്നെ നമുക്ക് തന്നിട്ടുള്ളൊരു 5 ഓപ്ഷൻസ് നമുക്ക് താഴെ കാണാം. അതിൽ നമുക്ക് അനലിറ്റിക്സ് എന്ന് പറയുന്ന ഒരു ടാബുണ്ട്. ആ ടാബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ടാബിനുള്ളിൽ നമുക്ക് ട്രെൻഡ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ട്രെൻഡ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വ്യൂവേഴ്സ് കാണാൻ ആഗ്രഹിക്കുന്ന ട്രെൻഡിങ് സെർച്ച് ലിസ്റ്റ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ആ സെർച്ച് ലിസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്ത് അനലൈസ് ചെയ്ത് അടുത്ത വീഡിയോ നമ്മൾ ഈ സെർച്ച് ഹിസ്റ്ററിയെ ബേസ് ചെയ്തിട്ട് വീഡിയോ ചെയ്യുകയാണെങ്കിൽ ആ വീഡിയോയ്ക്ക് കൂടുതൽ വ്യൂവേഴ്സ് കിട്ടാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ യൂട്യൂബ് സെറ്റിങ്സിൻ്റെ ടിപ്സായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്സ് എനിക്ക് തരാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് കൂടാൻ, ഇപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. സബ്സ്ക്രൈബേഴ്സ് കൂടാനുള്ള എന്തെങ്കിലും ടിപ്സ് നിങ്ങൾക്ക് എനിക്ക് തരാൻ സാധിക്കുകയാണെങ്കിൽ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് ആഡ് ചെയ്യണമെന്ന് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ടു ഓൾ ഗാലക്സിയൻസ് വാച്ചിങ് ദിസ് വീഡിയോ. Thank you.